ഗതിയില്ലാതെ പടിയിറങ്ങുന്നു എന്നുള്ളത് ആൻഡ്രേ ചെർണിഷേവ് എന്ന് പറയുന്ന മുഹമ്മദൻ്റെ കോച്ചിൻ്റെ കാര്യത്തിൽ പറയേണ്ടി വരും. മറ്റൊരു കോച്ചിങ് ചേഞ്ച് കൂടി സംഭവിക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ. കാരണം പല കോച്ചിൻ്റെ കാര്യത്തിലും സാക്കിംഗ് ആണ് സംഭവിച്ചതെങ്കിൽ ചെർണിഷേവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും സ്വയം ഇറങ്ങിപ്പോകുന്നു എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. മുഹമ്മദനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ നേരിടുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. അത് കോച്ചിങ് സ്റ്റാഫിനാണെങ്കിലും അല്ലെങ്കിൽ പ്ലെയേഴ്സിനാണെങ്കിലും ഒക്കെ അനുഭവിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ആൻഡ്രേ ചെർണിഷേവ് സോഷ്യൽ മീഡിയ വഴി ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 3 മാസമായിട്ട് അദ്ദേഹത്തിന് സാലറി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു വലിയ പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചെർണിഷേവ് എന്ന് പറയുന്ന ഒരു പരിശീലനത്തിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കോച്ച് എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് സംസാരിക്കേണ്ടതാണ്. ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആസ് എ ഫുട്ബോൾ പേഴ്സൺ എന്ന നിലയിൽ നോക്കുമ്പോൾ ആ ഒരു തരത്തിൽ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മുഹമ്മദൻ്റെ ഒരു കാര്യം എടുക്കുമ്പോഴും അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരെ ഐ ലീഗ് കിരീടത്തിൽ എത്തിച്ചൊരു പരിശീലകനാണ്. കുറച്ച് സീസൺ മുന്നേ അവരെ സെക്കൻഡ് പൊസിഷനിൽ എത്തിക്കാനും ഒക്കെ സാധിച്ചിരുന്നു. സോ അങ്ങനെ ഒരു അവരുടെ ഒരു ചരിത്രത്തിൽ തന്നെ ഒരു രേഖപ്പെടുത്തേണ്ട ഒരു പരിശീലകനാണ്. അവർ ISL പ്രൊമോട്ട് ചെയ്യിപ്പിച്ച പരിശീലകൻ. ഇങ്ങനെയൊക്കെയുള്ള നിലയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ പ്ലെയർ ആയിരുന്നു. അതുപോലെ ആസ് എ കോച്ച് എന്ന നിലയിൽ ഒരു 10-20 വർഷത്തിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു തരത്തിലാണ് അദ്ദേഹം ഇവിടെ വന്നതും അദ്ദേഹത്തിന് ഐ ലീഗിൽ സക്സസ്ഫുൾ ആകാൻ സാധിച്ചു. ISL എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയില്ല? ഇപ്പോൾ നിലവിൽ നമുക്കറിയാം പോയിന്റ് ടേബിളിലൊക്കെ മുഹമ്മദിന് ഏറ്റവും താഴെയാണ്. ഈ സീസണിലാകപ്പാട് 2 വിജയങ്ങളെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അറിയാമല്ലോ, ഈ പറഞ്ഞ മുഹമ്മദിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അപ്പം ഇത് വരുന്നൊരു സമയത്ത് ഇപ്പം അത് പ്ലെയേഴ്സിനെ ബാധിക്കും, കോച്ചിങ് ബാധിക്കും, മൊത്തത്തിൽ അത് ബാധിക്കും. അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലങ്ങളാണ് ഇപ്പോൾ റിസൾട്ടായിട്ടും ഒക്കെ വരുന്നത്. പിന്നെ ഒരു സ്കോഡ് ക്വാളിറ്റി തന്നെ നോക്കാം. നമുക്ക് മറ്റ് ഏത് ടീമുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു അജഗജാന്തരം വ്യത്യാസം, ഒരു അന്തരം വളരെ പ്രകടമാണ്. പിന്നെ അവരുടെ ഫോറിൻ പ്ലെയേഴ്സ് സ്കോറിങ്ങിലേക്ക് വരുന്നില്ല, സ്ട്രൈക്കേഴ്സൊക്കെ സ്കോറിങ്ങിലേക്കൊക്കെ വരുന്നില്ല തുടങ്ങി, ക്വാളിറ്റി ഓഫ് പ്ലെയേഴ്സ് തുടങ്ങി, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും ഇദ്ദേഹം ഫിഫ തന്നെ മൂവ് നടത്തും എന്നുള്ളതാണ്. സോ മുഹമ്മദിന് എന്താണെങ്കിലും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ വലിയ ചില പണികളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം. ഫോമി ഇദ്ദേഹം ഒരു നല്ല കോച്ച് തന്നെയാണ്. അദ്ദേഹത്തിന് ബെറ്ററായിട്ട് ഫീഡ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒരു ബെറ്റർ മുഹമ്മദിനെയൊക്കെ നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിച്ചേനെ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് വെച്ചാൽ കമ്പോസ് ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ.